മറ്റോന് വണ്ടി അവിടെ കൊന്ന് നിർത്തിയിരുന്നു. അതിപ്പോ തന്നെ പറഞ്ഞില്ലെങ്കിൽ പിന്നെ അത് ശീലാവട്ടാ. എടാ ഷഫീക്ക, എന്താക്കാ പിന്നെ ഇജ്ജ് ഇവിടെ വണ്ടി കൊടുന്ന് നിർത്തുന്നുണ്ട്, മറ്റുള്ളവർ കണ്ട് ഞോരും ഇവിടെ കൊടുന്ന് നിർത്തും. അത് നമുക്ക് ശരിയാവില്ല, പിന്നെ അതൊക്കെ ഒരു ബുദ്ധിമുട്ടായി മാറും കേട്ടോ. ഒന്നും ഉണ്ടായിട്ടല്ല, ഇജ്ജ് വേറെ എവിടെയും നിർത്തിക്കൊണ്ടി. ആ കാക്ക, നിങ്ങൾക്ക് അറിയില്ല എന്റെ വീട്ടിക്ക് വണ്ടി പോവില്ലാന്ന്. നടന്നു പോവാനും കൂടി ശരിക്കും പറ്റാത്തൊരു ഇടായാണ്. ഞാൻ ഈ സാധനം ഒന്ന് കൊടുത്തിട്ട് ഞാൻ ഇപ്പൊ എടുത്തിട്ട് പോയിക്കോളാം. വേറെ എവിടെയും കൊണ്ടിട്ടാളാ. വജ്ജുള്ളോല് വാങ്ങിയ പോലെ കാറും വണ്ടിയൊക്കെ. ഷഫീഖാക്ക നിങ്ങളോട് വണ്ടി ഇപ്പൊ വരാൻ പറഞ്ഞു. വല്യപ്പാക്ക് തീരെ വയ്യ. പെട്ടെന്ന് വണ്ടി എടുത്താ. വണ്ടി നമ്മളെ പാറപ്പുറത്താണ് നിർത്തിയിട്ടുള്ളത്. നിങ്ങൾക്ക് നടന്നു വരാൻ പറ്റുമോ? അല്ലടാ, ഇജ്ജ് പെട്ടെന്ന് എടുത്ത് വാടാ പ്ലീസ്. എന്താടാ വണ്ടി കാണില്ലല്ലോ. ആ പാറപ്പുറത്തല്ലേ വണ്ടി കൊണ്ടിട്ടിട്ടുണ്ട്, അവിടെ നിന്ന് ഇങ്ങോട്ട് എത്തണ്ടേ? ആ വണ്ടി എത്തി. വണ്ടി ഇവിടെ ഇട്ടോ. ഇറ്റാളെ പറഞ്ഞ കാര്യാക്കണ്ട. നിങ്ങൾക്കറിയാം സക്ക, ദൂരെയുള്ള കുടുംബത്തെക്കാളും അടുത്തുള്ള അയൽവാസികളാണ് ഏറ്റവും നല്ലതെന്ന്. പ്രവാചകൻ ഒരിക്കലും അനുചരന്മാരോട് അയൽവാസികളുടെ കടമകളെ കുറിച്ച് പറഞ്ഞപ്പോഴേ അനുചരന്മാർക്ക് തോന്നി സ്വത്തിന്റെ വീതം കൊടുക്കാൻ പ്രവാചകന് പറയുമെന്ന്. ഇത്രയും വലിയ ബന്ധമാണ് അംസാക്ക അയൽവാസികൾ തമ്മില്.